നമസ്കാരം. ആദ്യം ഒരു വീഡിയോ കണ്ടുവരാം. ഞാൻ പാർട്ടി പ്രവർത്തനമൊക്കെയാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, കർണാടക ഗവൺമെൻറ് അത് ചെറിയ ഏർപ്പാട് നടത്തിയപ്പോൾ ഫുൾ ഡ്രസ് രാജാണെന്നും ആ ഫുൾ ഡ്രസ് രാജിന് എതിരായിട്ട് ശബ്ദിച്ച ആളെ പിണറായി വിജയൻ, കേരളത്തിലെ മുഖ്യമന്ത്രി കേട്ടോ. ഞങ്ങളുടെ പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. ജനങ്ങളെ സംരക്ഷിക്കുന്ന പകരം ഈ കേരളത്തിലും പിണറായി വിജയൻ്റെ ഭരണകാലത്ത് ഈ രീതിയിലുള്ള കർഷകനെയും കർഷക തൊഴിലാളി സാധാരണക്കാരെ കുടിയിറക്കുന്ന ഫുൾ ഡ്രസ് രാജാണ് നടക്കുന്നത്. ഇതിനെതിരെ ഞങ്ങൾ ശക്തമായിട്ട് പ്രതികരിക്കും. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഇത് ബാധിക്കും കേരളത്തിലെ ഇടതുപക്ഷ വേണ്ടി ഗവൺമെൻറ്റിന് കേട്ടോ. സച്ചിദാനന്ദൻ പറഞ്ഞത് ശരി തന്നെയാണ്. വീഡിയോയിൽ സംസാരിക്കുന്നത് മുൻ ചിന്നക്കനാൽ പഞ്ചായത്ത് പ്രസിഡന്റും CPM നേതാവുമായ VX ആൽബിനാണ്. ഈ വീഡിയോ ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഇതേക്കുറിച്ച് മറയൂർ വിഷൻ പ്രതിനിധി ആൽബിനെ മൊബൈലിൽ ബന്ധപ്പെട്ട് പ്രതികരണം ആരാഞ്ഞിരുന്നു. താൻ വീഡിയോയിൽ പറയുന്ന രീതിയിൽ പ്രതികരിക്കാനുണ്ടായ സാഹചര്യം അദ്ദേഹം വിശദമാക്കി. അദ്ദേഹത്തിൻ്റെ വിശദീകരണം കേൾക്കാം. നമസ്കാരം, ആൽബിനാണോ? ആൽബിൻ, എൻ്റെ പേര് പ്രകാശ് ചന്ദ്രശേഖർ. ഞാനൊരു മീഡിയ പ്രവർത്തകനാണ്. ഈ ഒരു വീഡിയോ കണ്ടായിരുന്നു, അതിന്റെ ഒരു സത്യാവസ്ഥ എന്നറിയാൻ വേണ്ടിയായിരുന്നു. ഇവിടെ ഇടുക്കി ജില്ലയില് പ്രത്യേകിച്ച് ചിന്നക്കനാൽ മേഖലകൾ, ചിന്നക്കനാൽ ഭൂപ്പാറ മേഖല ആളുകളെ കുടിയിറക്കുകയാണ്. ഇവിടെ EMS-ഉം AKG എല്ലാം നടത്തിയുള്ള സമരത്തിന്റെ ഫലമായിട്ട് ഈ മേഖല ആളുകളൊക്കെ കുടിയേറിയതും അവർക്ക് ജീവിക്കാനുള്ള ബസ്സിനുള്ള അവകാശമൊക്കെ ലഭിച്ചത്. പലർക്കും പട്ടയമൊന്നും കിട്ടിയിട്ടില്ല. ഇത് പട്ടയ ഭൂമിക്കകത്തിരിക്കുന്ന കെട്ടിടം പോലും ഇവിടെ ബുൾഡോസർ വെച്ച് തിരിച്ചു തീർക്കുന്ന സ്ഥിതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായി. അങ്ങനെ നിരത്തിയിട്ടുണ്ടോ ഈ അടുത്ത ദിവസങ്ങളിലും? അങ്ങനെ 3 പ്രാവശ്യം ബുൾഡോസറായിട്ട് വന്നിട്ട് ഞങ്ങൾ നാട്ടുകാരെല്ലാം കൂടി തടയ ചെയ്തേ. ഈ അടുത്ത ദിവസമാണോ? ഈ അടുത്ത് കഴിഞ്ഞ ഈ 1 മാസത്തിനുള്ളിലല്ല ഈ സംഭവമില്ല. 3 തവണ ബുൾഡോസറുമായിട്ട് വന്നു പൊളിക്കാൻ കെട്ടിടങ്ങൾ. അത് റവന്യൂ അധികാരികളാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ സിദ്ദിഖുട്ടി എന്ന് പറയുന്ന ഒരു കൊല്ലത്തു നിന്ന് ഈ 2 മാസം മുമ്പ് ഇവിടെ വന്ന ഒരു എല്ലാ തഹസിൽദാരാണ് നേതൃത്വം കൊടുക്കുന്നത്. അപ്പൊ ഈ മേഖലയാകെ ജനങ്ങളെയൊക്കെ ഭീതി പരത്തുകയും, ഇത് മുഖ്യമന്ത്രിയുടെ ഒന്ന് അറിവോട്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണല്ലോ പിണറായി സഖാവേ, അങ്ങനെ ശ്രദ്ധയിലൊക്കെ പെട്ടു കാണുമല്ലോ. കർണാടകയിലെല്ലാം ബുൾഡോസർ രാജ് വന്നപ്പോഴത്തേക്ക് ശക്തമായിട്ട് പ്രതികരിച്ച മുഖ്യമന്ത്രിയാണ് കേരളത്തിൻ്റെത്. പക്ഷെ കേരളത്തിൽ ഇത് നടക്കുമ്പോ മുഖ്യമന്ത്രി അറിയുന്നില്ല. ഉദ്യോഗസ്ഥ മേധാവിത്വമാണ് ഇവിടെ ഈ കാര്യങ്ങളൊക്കെ മാറ്റിക്കൂട്ടുന്നത്. ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പ് പോലുള്ള കാലങ്ങളിൽ ഇങ്ങനെ ചെയ്യുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയും എല്ലാം ബാധിക്കും. അതാണ് എന്റെ പ്രതികരണം. ഈ വീടെല്ലാം സീൽ വെച്ച് ഹൈക്കോടതിയിൽ കേസ് വന്നപ്പോ ഹൈക്കോടതി തന്നെ ചോദിച്ചത്, എന്തിനാണ് നിങ്ങൾ ആ വീട് സീൽ വെച്ചതെന്ന് ചോദിച്ചേ. റവന്യൂ അധികൃതരോട് ചോദിച്ചത് ഹൈക്കോടതി ചോദിച്ചു. വെള്ളിയാഴ്ച കേസ് വന്നപ്പോൾ തന്നെ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ആ വീട് സീൽ വെച്ചത്? അങ്ങനെയാണെങ്കിൽ 167 വീടുകൾക്ക് ഹൈക്കോടതിയിൽ മണ്ണാർത്താൻ വൈൽഡ് ലൈഫ് കൊടുത്ത കേസിന്റെ അടിസ്ഥാനത്തിൽ നോട്ടീസ് കൊടുത്തിട്ടുള്ളതാണ്. ഈ 167 വീടുകൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതിന് മാത്രം പ്രത്യേക ഇൻട്രസ്റ്റ് കാണിച്ച് ഇങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്ന് റവന്യൂ ഉദ്യോഗസ്ഥന്മാരോട് കോടതി തന്നെ ചോദിച്ചു. എന്നിട്ട് കോടതി കേസ് നീട്ടി വയ്ക്കാതെ തിങ്കളാഴ്ചത്തേക്ക് വീണ്ടും വെച്ചിരിക്കുകയാണ്. കോടതിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത് ഹൈക്കോടതിയുടെ പേര് പറഞ്ഞുകൊണ്ടാണ് ഈ മേഖല ജനങ്ങളെ ആകെ റവന്യൂ വകുപ്പുകാരും ഉപദ്രവിക്കുന്നത്. റെഡ് സോണിൽ 5ഉം 6ഉം നിലകളുള്ള ബിൽഡിംഗ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊന്നും പ്രശ്നമില്ല. സാധാരണക്കാരെയാണ് റവന്യൂ വകുപ്പ് ഉന്നം വയ്ക്കുന്നത്. അവരുടെ വീടുകൾ ഒഴിപ്പിക്കാൻ ശ്രമിക്കുന്നു. റിസോർട്ട് മാഫിയ പോലുള്ള ആളുകൾക്കെതിരെ റവന്യൂ വകുപ്പ് ഒന്നും ചെയ്യുന്നില്ല. ഒന്നും നടക്കുന്നില്ല. അതിന് ലക്ഷങ്ങളാണ് കൈക്കൂലി വാങ്ങിക്കുന്നത്. ഈ 15 കൊല്ലമായിട്ട് ചിന്നക്കനാൽ മേഖല, പ്രത്യേകിച്ച് ഉടുമ്പൻചോല, ദേവികുളം, പീരിമേട് താലൂക്കുകളിലെ റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ അസറ്റും അവരുടെ അക്കൗണ്ടുകളിൽ വന്ന തഹസിൽദാർ അടക്കമുള്ള ആളുകളുടെ അക്കൗണ്ടിൽ വന്നിരിക്കുന്ന സാമ്പത്തിക സോഴ്സ് പരിശോധിക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഇവിടെ മീഡിയാസും പത്രക്കാരൊക്കെ പാവങ്ങളാണ്. പക്ഷെ എല്ലാം അവസാനം ഇവർ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് റവന്യൂ അധികാരികൾ പറയുന്നത്. താങ്കളുടെ പ്രതികരണം പുറത്തു വന്നതിന് ശേഷം മന്ത്രിതലത്തിലോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ തലത്തിലോ ആരെങ്കിലും താങ്കളെ വിളിച്ച് ചോദിക്കുമോ, ഇതിന്റെ ക്ലാരിഫിക്കേഷൻ ചോദിക്കുകയും ചെയ്തോ? പാർട്ടി തലത്തിൽ വിളിച്ചു ചോദിച്ചു. ഉദ്യോഗസ്ഥരൊന്നും വിളിച്ചിട്ടില്ല. പാർട്ടി തലത്തിൽ വിളിച്ചു ചോദിച്ചു. പിന്നെ ഇതിനകത്തൊരു പ്രത്യേക കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കീഴ്ത്തട്ടിലുള്ള താലൂക്ക് നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെയും ഉയർന്ന ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന സ്ഥിതിയാണ് വരുന്നത്. ഇവര് കൊടുക്കുന്ന റിപ്പോർട്ട് അതേപടി വിശ്വസിക്കുക. അതിന് നേരത്തെ നിങ്ങൾക്കറിയാം, ഹൈക്കോടതി വരെ പറഞ്ഞാണ് ഷീബ ജോർജ് കളക്ടർ അയക്കാൻ നടത്ത ഹൈക്കോടതി തെറ്റിദ്ധരിപ്പിച്ചെന്ന് പറഞ്ഞ് വിമർശിച്ച ഹൈക്കോടതി സ്വീകരിച്ചല്ലോ.
അവസാനം സീബജ് പറഞ്ഞതാണ് എന്റെ കുറ്റമല്ല, കീഴ് ഉദ്യോഗസ്ഥന്മാർ തന്ന റിപ്പോർട്ട് അടിസ്ഥാനത്തിലാണ് ഞാൻ അങ്ങനെ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതെന്ന് ഹൈക്കോടതി പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളെപ്പോലുള്ള നിങ്ങൾക്ക് അറിയാമല്ലോ. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാൻ പാടില്ല. കേരളത്തിലെ സംസ്ഥാനങ്ങളിലുള്ള ടൂറിസം ലോബികളുടെ കാശ് പറ്റിക്കൊണ്ട് ഈ മേഖലയിലെ കേരളത്തിന്റെ ടൂറിസത്തെ, പ്രത്യേകിച്ച് മൂന്നാറ്, ചിന്നക്കനാല്, നെട്ടോടെ, കാന്തല്ലൂര്, മറിയൂര്, ശാന്തമ്പാറ ഈ മേഖലകളുടെ ടൂറിസത്തെ നശിപ്പിക്കാൻ വേണ്ടി അന്യ സംസ്ഥാനങ്ങളുടെ ലോബികളുടെ കാശ് റവന്യൂ വകുപ്പിൽ കൈപ്പറ്റിക്കൊണ്ടാണ് ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതാണ് എന്റെ സംശയം. സർക്കാരിന്റെ ഈ പോക്ക് തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ദോഷം ചെയ്യും. താഴെത്തട്ടിലെ റവന്യൂ ഉദ്യോഗസ്ഥർ ഹൈക്കോടതി വിധിയുടെ പേരിൽ സാധാരണക്കാരെ ബുദ്ധിമുട്ടിപ്പിക്കുകയാണ്. ഇത് അനുവദിക്കില്ല. ഉദ്യോഗസ്ഥരുടെ നീക്കം മുഖ്യമന്ത്രി അറിയാതിരിക്കാൻ വഴിയില്ല. സാധാരണക്കാരുടെ വീട് പൊളിക്കാൻ ബുൾഡോസറുമായി ആര് വന്നാലും ഞങ്ങൾ നാട്ടുകാർ അനുവദിക്കില്ല. ആൽബിൻ നയം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മറയൂർ വിഷൻ. അടിമാലിയിൽ പ്രവർത്തിക്കുന്ന സെന്റ് ജോസഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്ന സ്ഥാപനത്തിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കോഴ്സസ് BMLT, BSc ഡയാലിസിസ് ടെക്നോളജി, BWOC-in MLT, BWOC-in ഡയാലിസിസ് ടെക്നോളജി, BWOC-in റേഡിയോ ഇമേജിംഗ് ടെക്നോളജി, BWOC-in അനസ്തേഷ്യ ടെക്നോളജി, BWOC-in ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, BWOC-in ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ, BWOC-in ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി, DMLT, ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി, ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, CSSD ടെക്നോളജി, DWOC-in MLT, DWOC-in ഡയാലിസിസ് ടെക്നോളജി, DWOC-in ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, DWOC-in ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി, GNM എന്നീ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. +2 പാസ്സാകാത്ത കുട്ടികൾക്ക് +2 തത്തുല്യമായ മെഡിക്കൽ കോഴ്സുകൾ. വെബ്സൈറ്റ് www.stjosephinstituteofeducation.com. ഇമെയിൽ stjosephinstitute.org@gmail.com.